നമ്മളിപ്പോൾ ആസാമിൽ അങ്ങ് ദൂരെ അവിടെയാണ് മാനസ് നാഷണൽ പാർക്കിന്റെ ടൈഗർ റിസർവ് ആണ്. മൃഗങ്ങളൊക്കെ കാണാൻ കിട്ടുമെന്ന് അറിയത്തില്ല. പക്ഷെ ആക്ച്വലി നമ്മൾ ഭൂട്ടാൻ ബോർഡർ കാണാൻ വേണ്ടിയാ പോകുന്നത്. അവിടെ ഒരു നീല ലേക്ക് ഉണ്ടെന്ന് പറയുന്നു. ചെല്ലുമ്പോ അറിയാം എന്ത് കളറാണ്. സോ എനിക്ക് ഈ ജീപ്പ് ഇല്ലാത്ത വണ്ടി പുതിയ കുറെ നാളെ ഫൈനലി ഇന്ത്യക്കകത്ത് റൂമില്ലാത്തൊരു വണ്ടിയില് ലീഗലി ട്രാവൽ ചെയ്യാൻ പറ്റാണ്. അപ്പം നമ്മൾ ജീപ്പ് പിടിച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിലേക്ക് പോവാണ്. നമുക്ക് ജീപ്പിന് ആവുന്നത് 3000 ആണ്. നമുക്ക് മാനസ് നാഷണൽ പാർക്കിൻ്റെ എൻട്രിയിൽ കൊടുക്കേണ്ടത് 830 ആണ് 3 പേർക്ക്. സോ ഇവിടെ നമ്മൾ 830 കൊടുത്തിട്ട് നമ്മൾ എൻട്രി എടുക്കുകയാണ്. പിന്നെ പ്ലാസ്റ്റിക്സ് അലൗഡ് അല്ല. നമ്മുടെ കുപ്പിയൊക്കെ എടുത്ത് കളഞ്ഞു, പിന്നെ പ്രോട്ടീൻ ബാറിൻ്റെ കവറൊക്കെ എടുത്ത് കളഞ്ഞു. ഇവിടെയാണ് ചെക്കിങ് വരുന്നത്. കാടിൻ്റെ കുറച്ചങ്ങോട്ടേക്ക് ഒത്ത കാടിന് നടുവിൽ പോയപ്പോഴത്തേക്കും നമ്മുടെ ജിപ്സി കേടായി. ചേട്ടൻ കുറേ തവണയായിട്ട് ശരിയാക്കാൻ നോക്കുന്നുണ്ട്. വണ്ടിക്ക് എന്തോ പറ്റി. ഇപ്പം നല്ല പുലിയോ കടുവയോ നല്ല സൂപ്പറായിരിക്കും. നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ്. ഒന്നും കാണാൻ കിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും നമുക്ക് പോകുന്ന വഴിക്ക് ആനേനെയും കുരങ്ങനെയും മയിലിനെയും റൈനോനെയൊക്കെ കാണാൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ സുഖിച്ച് നിൽക്കുകയാണ് ഇവിടെ. അതാ ഗൈസ്, അവർ ഭൂട്ടാനിലേക്ക് നടക്കുകയാണ്. ഇതൊന്ന് നീന്തി അപ്പുറത്ത് കിടന്നാൽ ശരിക്കും ഭൂട്ടാനിലെത്തും. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു നീന്തിയിട്ട്, കാരണം നീന്താൻ അറിയില്ല. നീല കളറൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് ഭംഗിയല്ല കാണാൻ. ഈ വെള്ളത്തിൽ അങ്ങോട്ട് കാല് തൊട്ടപ്പോൾ നല്ല തണുപ്പായിരുന്നു. അപ്പുറത്താണെങ്കിൽ ഭൂട്ടാനിലെ ബഫല്ലോ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഇന്ത്യയുടെ ഏതോ മൃഗം അങ്ങോട്ട് ചാടിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നല്ല സുഖമായിരുന്നു ശരിക്കും. ഈ തണുപ്പ് അങ്ങോട്ട് കാലൊക്കെ ഇട്ടാൻ. കുറേ നേരം യാത്ര ചെയ്ത് കാട്ടിലൂടെ വന്നിട്ട് ഇവിടെ റിലാക്സ് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം തുള്ളി കളിച്ച് എൻജോയ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ജിപ്സിയിൽ കയറി തിരിച്ചു പോയി. ഓക്കെ, സോ ഗൈസ്, ഡു വിസിറ്റ്.